സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തൊടുകറിയാണല്ലേ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി. നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി 100 ഗ്രാം ഇഞ്ചി ഞാൻ പൊടി പൊടിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിതിന് എണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റണം കേട്ടോ. അപ്പോഴേക്ക് ഞാനൊരു 50 ഗ്രാം വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിന് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ പൊടിക്കുന്നില്ല, കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോരും കേട്ടോ. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് ഉലുവ ഇട്ട് കൊടുത്ത ശേഷം 2-3 വറ്റൽമുളകും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ച ശേഷം നമുക്കതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ തിളപ്പിച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കുന്നതിന് മുൻപായിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്രമുള്ള കേട്ടോ.